അങ്ങനെ ലൈഫിലൊരു വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ലേ മെറീഡിയനിലാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ BMW ഒരു പുതിയ വാഹനത്തിൻ്റെ ലോഞ്ചിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഏതായാലും ലോഞ്ച് ചെയ്യാനൊന്നുമല്ല, എന്നാലും ലോഞ്ചിന് വരാനും അല്ലെങ്കിൽ അതിന് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടാനും ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. എനിക്ക് ഈ ഒരു ലെവൽ വരെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ തന്നൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഏതായാലും അകത്തോട്ടൊന്ന് കയറാം. അങ്ങനെ നമ്മുടെ BMW ഏറ്റവും പുതിയ സീരീസിന്റെ ലോഞ്ചിന് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു വാഹനം കാണുമ്പോൾ നമുക്കറിയാം ഒരു രക്ഷയില്ല. ഏതായാലും ഇങ്ങനൊരു ലോഞ്ചിന് ഒരു അവസരം കിട്ടിയതിൽ അല്ലെങ്കിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഈ വാഹനത്തിന്റെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് മാത്രം നമ്മളിപ്പോൾ കണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് വിത്ത് ഡ്രൈവും കൂടെ കൂട്ടിയ ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ഇതിന്റെ ഔട്ടർ കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. DRLന്റെ രീതിയും അതിന്റെ ഹെഡ്ലൈറ്റ്, അതിന്റെ അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരെ നമുക്ക് കാണാൻ സാധിക്കും. 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, അങ്ങനെ നമ്മുടെ വാഹനത്തിനകത്തിരിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടൊന്ന് കണ്ടുപോരാം. ജസ്റ്റ് ഒരു ഫ്രെയിംലെസ് ഡോറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിൻ്റെ സീരീസും AC-യുടെ വെൻ്റൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല കിടുവാന്ന് തന്നെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു ചങ്കി സ്റ്റിയറിംഗ് വീലാണ്, നല്ല അടിപൊളി ഒരു ഫീലാണ് ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇതൊരു മാനുവലി അഡ്ജസ്റ്റബിൾ ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതായത് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്ക് മാനുവലിയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റർ മീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു സൈസും അതിൻ്റെ ആംബിയൻ ലൈറ്റും. ഇതിന് നമുക്ക് AC കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെയാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ M സീരീസിൻ്റെ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റിച്ചിങ് ലൈൻസ് ഇവിടെ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. AC-യുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബെസൽലെസ് ആണ് നമുക്കിവിടെ വരുന്നത്. റിയർ വ്യൂ മിറർ വരുന്നത്. ബാക്കിയുള്ള എല്ലാ ടച്ച് പാനൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു പനോരമിക് സൺ റൂഫ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏതായാലും ഓവറോൾ ഈ ഭാഗത്ത് എല്ലാം കിടുവാണ്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വയർലെസ് ചാർജിങ്ങും പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. 2 USB-C ടൈപ്പ് വരുന്നുണ്ട്. സ്റ്റാർട്ട് ഓഫ് സ്വിച്ച് നമുക്കിവിടെ കാണാം. AC-യുടെ കൺട്രോൾസിൽ ചില കൺട്രോൾസ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹസാർഡ് സ്വിച്ചിൻ്റെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഒരു ചെറിയ ഗ്ലൗ ബോക്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൽ നമുക്ക് തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഡ്രൈവർ സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെ ഡിസൈനിങ്, അതിൻ്റെ ബോൾസ്റ്ററും അതിൻ്റെ ഷോൾഡർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 225, 45, 6, 18 ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന സമയത്ത് വലിയൊരു ലെഗ് റൂമോ ലെഗ് സ്പേസോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ ഒരു ഓക്കെ ഫീൽ നമുക്ക് പറയാൻ സാധിക്കും. കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ 2 ലൈറ്റ്സ് ഇവിടെ മേളിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. സീറ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒരു രക്ഷയില്ല. ഒരു ഫ്രെയിംലെസ് ഗ്ലാസസ് ആണ് നമുക്കിവിടെ വരുന്നത്. പുറകിലൊരു ക്വാർട്ടർ ഗ്ലാസും ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും വരുന്നുണ്ട്. ഒരു കൂപ്പേ ഡിസൈനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ബൂട്ട് ഏരിയയും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. യെസ്, നല്ലൊരു ബൂട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയർ വീൽ വരുന്ന ജസ്റ്റ് ഒരു സ്പെയർ വീൽ മാത്രമാണ്. ക്യാമറയുടെ മോഡൊന്ന് ഓൺ ചെയ്യാം. യെസ്, 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ മൈ മോഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിനി പേഴ്സണലായിട്ട് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാബിനകത്ത് നമുക്കൊരു ക്യാമറയും കാണാൻ സാധിക്കുന്നുണ്ട് ഈ മെയിലായിട്ട് തന്നെ. അതായത് നമ്മുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് അന്നേരം തന്നെ ഇതിൽ നിന്ന് ഔട്ട് എടുക്കാനും സാധിക്കും.
ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BMW ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആണോ, അഥവാ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി നോക്കിയാണോ ഇവരിങ്ങനെ ചെയ്തത് എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരുമായിരിക്കും. ഡ്യുവൽ ലോക്ക് വിത്ത് സ്ട്രട്ട് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏതായാലും എനിക്കിത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒരു ലോഞ്ചിങ് സെറമണി, അതും പ്രത്യേകിച്ച് ഒരു BMW ലോഞ്ചിങ് സെറമണിക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇത്രയും നല്ലൊരു പ്രീമിയം വാഹനത്തിൽ ഇരിക്കാനും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്ര നാളെൻ്റെ കൂട്ടത്തിൽ നിന്ന് എല്ലാം ഫോളോവേഴ്സ് കാരണം തന്നെയാണ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് ഇതിലൊരു നന്ദി പറയാനുള്ള. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.